മറ്റു ഒട്ടനവധി സംസ്ഥാനങ്ങളുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുള്ളത് യുപിയിലാണ്. ഏകദേശം 4 കോടികൾക്കപ്പുറമാണ് അവിടെ മുസ്ലിമീങ്ങൾ ഉള്ളതെങ്കിൽ, പശ്ചിമ ബംഗാളിൽ 3.5 കോടി മുസ്ലിമീങ്ങളാണ് ഉള്ളതെങ്കിൽ, 3 കോടി മുസ്ലിമീങ്ങൾ ബീഹാറിലുണ്ടെങ്കിൽ, ഈ കേരളക്കരയിൽ 80 ലക്ഷമാണ് മുസ്ലിമീങ്ങൾ ഉള്ളത്. പക്ഷേ ഈ മുസ്ലിം ഭൂരിപക്ഷ ഏരിയകളിൽ ഇല്ലാത്ത ഒരു വൈജ്ഞാനിക വിപ്ലവത്തിന്, ഒരു വൈജ്ഞാനിക മുറ്റേറ്റത്തിന് ഈ കൊച്ചു കേരളക്കര സാക്ഷിയായി എന്ന് പറയുമ്പോ നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണത്തിന്റെ, ആ ദീർഘവീക്ഷണത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ ഫലമായിട്ടാണ് നമുക്കിത് കൈവരിക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, കേരളക്കരയിൽ, കേരളത്തിന്റെ അകത്തും പുറത്തും, ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ അടക്കമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് 11,090 മദ്രസകളാണ്. കേവലം നാം ഈ മുമ്പിൽ നിൽക്കുന്ന ഇസ്സത്തുൽ ഇസ്ലാം മദ്രസ 642 രജിസ്റ്റർ നമ്പറായിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അവസാനമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് യോഗം മിനിഞ്ഞാന്ന് കൂടിയപ്പോ അവസാനത്തെ മദ്രസക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരം കൊടുക്കുമ്പോ 11,090 എന്നാണ് നമ്പർ ഇട്ടിട്ടുള്ളത്. ഈ വൈജ്ഞാനിക വിപ്ലവം നമുക്ക് മറ്റു രാജ്യങ്ങളിൽ കാണാൻ കഴിയില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും കാണാൻ കഴിയാത്ത അത്രയും വിധം ചെറുപ്രായത്തിൽ തന്നെ പിഞ്ചോമന മക്കൾക്ക് വൈജ്ഞാനികമായ മൂല്യങ്ങൾ നുകരാനുള്ള ആവേശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. 12 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് കേരളത്തിന്റെ പ്രഭാതങ്ങളിൽ ഇന്ന് വൈജ്ഞാനികമായ മൂല്യങ്ങളെ കരഗതമാക്കാൻ മദ്രസകളിലേക്ക് കടന്നു ചെല്ലുന്നത്. 1 ലക്ഷത്തിലപ്പുറം പണ്ഡിത മഹത്തുക്കളാണ്, ബഹുമാനപ്പെട്ട അധ്യാപകരാണ് പരിശുദ്ധമായ ദീൻ പകർന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ മഹല്ലത്തുകൾ, അതുപോലെ തന്നെ ആയിരക്കണക്കിന് വരുന്ന അനുഗ്രഹീതമായ ദഅവാ കോളേജുകൾ എന്ന് വേണ്ട ഭൗതിക മേഖലയിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കുന്നു. എഞ്ചിനീയർ കോളേജുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കീഴിലുണ്ട്. ഉന്നത മതവിദ്യാഭ്യാസ ബിരുദങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു. ഈ 100ാം വാർഷികവുമായി ഇനി ഇതാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിങ്ങളൊക്കെ തഹിയ്യയിലേക്ക് സംഭാവന അർപ്പിച്ചവരാണല്ലോ. നിങ്ങളുടെ ആ സംഭാവനയുടെ മൂല്യങ്ങൾ വരും 100 വർഷകാലത്തുള്ള ജനങ്ങളിലേക്ക്